ലേഡീസ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. കുറേ ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പപ്പായ കൊണ്ടൊരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പം അതിലേക്കായി ആദ്യം ചട്ടി ചൂടായ ശേഷം ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഞാനൊരു കുറച്ച് വലിയൊരു പപ്പായയുടെ പകുതിയാണ് കേട്ടോ ഞാൻ നുറുക്കി വെച്ചിരിക്കുന്നത്. ഇതാ ഇങ്ങനെ ചതുരത്തിലാണ് നുറുക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാലോ, ഈ പപ്പായ ഒന്ന് ചെറുതായിട്ടിങ്ങനെ നമ്മൾ ചെനക്കുക എന്ന് പറയില്ലേ, ചെറുതായിട്ടൊരു പഴുപ്പിലേക്ക് പോയിട്ടുണ്ട്. എണ്ണ ചൂടായി കേട്ടോ. അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക്, കറിവേപ്പില, കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത്, അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് നെടുകെ കീറിയത്, ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റുക കേട്ടോ. ചുവന്ന കളറാവണ്ട, 2 മിനിറ്റ്. ഇതിലേക്ക് അതേമാതിരി ഒരു 3 വറ്റൽമുളക് 2ആയി പൊട്ടിച്ചിടുക. അല്ല, ഇത് വല്ലാതെ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 1.5 ടീസ്പൂൺ ഇടാം. പിന്നെ പപ്പായ കഴുകി വെച്ചത്, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ വഴറ്റുമല്ലോ, അതിലേക്ക് അങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഈ പപ്പായ വേവുമ്പോഴേക്കും അതിൻ്റെ പച്ചമണവും എല്ലാം പോവും. പിന്നെ നമ്മൾ പപ്പായ വെന്ത ശേഷം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സിമ്മിൽ ഇടുമല്ലോ, ആ സമയത്ത് ഇതെല്ലാം കറക്റ്റായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കേണ്ട, തിളച്ച വെള്ളം. എന്നിട്ട് മൂടി വയ്ക്കുക. ഇത് ഒന്ന് മൂടി വയ്ക്കുക. ഒന്ന് വെന്ത് വരുമ്പോൾ കല്ലുപ്പ് കേട്ടോ, കുറച്ച് കല്ലുപ്പ് പാകത്തിന്. ഇനി ഒരു 5 മിനിറ്റ് മതിയാവും കേട്ടോ അത് വേവാൻ. ഇനി അടപ്പ് തുറന്ന് വെച്ചിട്ട് നമുക്ക് സിമ്മാക്കി ഒരു 10 മിനിറ്റ് ഇത് കിടന്നോട്ടെ കേട്ടോ.
അപ്പോൾ നമ്മുടെ പപ്പായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അധികം എരിവിട്ടിട്ടില്ല, പിന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.